നമ്മൾ മേയർ അടുത്തൊക്കെ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ടാകും. വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഇവിടെ 3-4 ഫാമിലി ഇവിടെ താമസിക്കും. എൻ്റെ ഭാര്യ അന്ന് പ്രസവിച്ചിട്ട് 28 ദിവസമായിരിക്കുകയാണ്. സഹോദര, ഇത് ആക്ച്വലി ചാല മാർക്കറ്റ് കൂടെ അഴുക്ക് വെള്ളങ്ങൾ, ഓടയിലെ വെള്ളങ്ങളൊക്കെ പോകുന്ന വഴിയാണ്. ആക്ച്വലി ഇവിടെ ഓടയൊന്നുമില്ല. ഇവിടെ ഒരു പ്രൊജക്ട് വർക്ക് നടക്കുന്നതുകൊണ്ട് ഒരു താൽക്കാലികമായിട്ട് ഒരു ഓട കെട്ടിയിരിക്കുകയാണ്. അത് ശരിക്ക് സ്ഥിരമായിട്ട് ശരിക്കും കോൺക്രീറ്റ് ചെയ്ത് കെട്ടാന്നൊക്കെ ചെയ്യുമെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഈ 3 വർഷമായിട്ട് ഒരു പണിയും നടന്നില്ല. ദിനം പ്രതി വെള്ളം കയറി ഈ വീടുകളിലൊക്കെ കയറി വളരെ ബുദ്ധിമുട്ടി എന്നാൽ ഇവിടെ പിടിച്ച് ജീവിക്കാൻ പറ്റാത്ത കണ്ടീഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മേയർ അടുത്തൊക്കെ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ടാകും. വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യും, പോവും. പക്ഷേ അത് പെർമനൻ്റായിട്ട് ശാശ്വത പരിഹാരം അവർ കണ്ടെത്തിയില്ല. ജനങ്ങളൊന്ന് കണ്ടു നോക്കും. ഇവിടുത്തെ ട്രിവാൻഡ്രം സിറ്റിയാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് 500 മീറ്റർ ദൂരെ അകലെയുള്ളൊരു സ്ഥലമാണ്. ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ പോലത്തെ സ്ഥലമാണ് ചാലക്കമ്പോളം. ആ പരിസരം ഈ അവസ്ഥ കിടക്കുകയാണ്. എനിക്ക് എന്താ പറയേണ്ടതെന്ന് പോലും അറിയില്ല. എങ്ങനെ പ്രതികരിക്കണം എന്ന് തന്നെ അറിയാത്ത കണ്ടീഷനിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ചെറിയൊരു മഴ പെയ്തേ ഉള്ളൂ, വീട്ടിലെ വെള്ളം കയറിയിരിക്കുകയാണ്. ഇതിന് ഞാൻ എത്രയോ പ്രാവശ്യമായി മേയറെ, പ്രസിഡന്റ്, സെക്രട്ടറിനെയും കാര്യങ്ങളൊക്കെ വിളിക്കുന്നത്. ഇതാ ചെയ്യും, ഇപ്പം വരും എന്ന് പറയാമെന്നല്ലാതെ ഒരു പരിഹാരവും ഇല്ല. 3 വർഷമായി ഞങ്ങളിവിടെ സഹിച്ചുകൊണ്ടിരിക്കുന്നു. എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജനങ്ങൾ തന്നെ തീരുമാനിക്കണം. അല്ലെങ്കിൽ ഈ റോഡ് തന്നെ ഉപരോധിച്ചിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. വേറെ കുടുംബങ്ങൾ ഉണ്ട്. 3-4 ഫാമിലി ഇവിടെ താമസിക്കും. എൻ്റെ ഭാര്യ അന്ന് പ്രസവിച്ചിട്ട് 28 ദിവസമായിരിക്കുകയാണ്. ഈ കൊച്ചിനെയും കൊണ്ട് എവിടെ പോകുന്നുള്ള കണ്ടീഷനിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ ശോചനീയ അവസ്ഥ എന്ന് കഴിഞ്ഞാൽ ജനങ്ങൾ കാണണം, ഇതിന് പ്രതികരിക്കണം. ഇത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ബാക്കി എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഞാൻ അടുത്ത വശം നോക്കിക്കണ്ട് ചെയ്യും. അത്രേ എനിക്കിപ്പോൾ ഈ നേരം പറയാനുള്ളൂ. അത് അവിടെ അടഞ്ഞിരിക്കുകയാണ്. നോക്കരുതോ നിങ്ങൾ? നോക്കുക. ഇത് ഇവിടെ വെച്ചൊരു ഇറ്റാച്ച് വെച്ച് ക്ലീൻ ചെയ്തിട്ട് നല്ലൊരു ഓട ക്ലീൻ ചെയ്തിട്ട് ഇവിടെ ഒരു സെക്യൂരിറ്റിയോ പാറാവുകയാണ്. ഇത് രാത്രി വേസ്റ്റ് കൊണ്ട് നിറയ്ക്കുകയാണ് ഇവിടെ. പിന്നെ എങ്ങനെയാണ് ഓട ക്ലീൻ ചെയ്യും? 6 മാസം കഴിയുമ്പോൾ ഒരു 10 ലക്ഷം രൂപ ചിലവെന്ന് പറഞ്ഞാൽ ഒരു 2 പ്രാവശ്യം JCB കൊണ്ട് ക്ലീൻ ചെയ്യും പോകും. അതൊരു സ്ഥിരം പെർമനൻ്റായി ചെയ്യണം. ഇതാണ്, ഇത് സർക്കാരിൻ്റെ ബിൽഡിങ്ങാണ്. ഈ ദിവസമായി ലേലത്തിന് വെച്ചിട്ട് ഒരു റൂം ഒരാൾ എടുത്തില്ല. ഇത് അടുത്തത് വരാൻ പോവുകയാണ്. എന്തിനാ പ്രയോജനം? കോടിക്കണക്കിന് രൂപ വെച്ചിട്ട് ബിൽഡിംഗ് എടുത്തിട്ട് ബിൽഡിംഗ് തന്നെ വീഴാൻ പോവുകയാണ്. കണ്ടീഷൻ കെട്ടിയിരിക്കണം. അന്നേരം എന്ത് ഓട ഇങ്ങനെ എൻ്റെ വീട്ടിനതിൽ കൂടെ കൊണ്ടുവന്നു ഉണ്ടോ? ആര് പോവും? അതുകൊണ്ടാണ് എടുക്കാത്തത്. അതുകൊണ്ട് ആരും കൂടെ നാറിയിട്ട് ഇവിടെ പരിസരത്തും കരുത്. ഹിന്ദിക്കാർ, ബംഗാളി അല്ലാണ്ട് വേറെ മലയാളീസിനോട് താമസിക്കാൻ പറ്റും. ഇത് തന്നെ അവർ സ്കിൻ ഡിസീസ് പോലെ ആകെ ഇച്ചിങ് ആയിരിക്കുകയാണ്. എന്തിനീ അഴുക്കല്ലേ ഇതാവും? നമുക്കിവിടെ നിൽക്കാൻ പറ്റുമോ? ഇതാ നോക്കരുതോ ഈ അവസ്ഥ? സർക്കാരിൻ്റെ കണ്ണെത്തുന്ന സ്ഥലം ഇത്. ജനങ്ങൾ കാണുന്നതിന് അവിടെ ഒരു മതിൽ കെട്ടി എന്നാൽ റോഡ് വന്നാലും കാണില്ല.